വ്യക്തമായി ടിനി ടോം ഇതിനകത്ത് ഭാഗഭാക്കാകണമെന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ ടിനി ടോം നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടാവണം. അതാണല്ലോ ഒരു മെയിൻ കണ്ടൻറ്റ്. കാരണം ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഈ ടിനി ടോം ഇല്ല. ചേട്ടാ, മിടുക്കനായ സംവിധായക, അൻസിബ എവിടെയെങ്കിലും പറഞ്ഞോ ആ സെറ്റിൽ വെച്ചിട്ടാണ് ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനൊരു കാര്യം, ഇങ്ങനൊരു അലിഗേഷൻ, അതായത് അൻസിബ എന്ന പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിച്ചു കീറി ഇല്ലാതെയാക്കുക, മാനസികമായി തളർത്തുക, ചില ദുഷ്ടശക്തികളുടെ ഇപ്പോഴത്തെ ഒരു അജണ്ടയാണത്. ഒരു ഡയറക്ടർ കുറച്ചു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വിവരക്കേട് ഇങ്ങനെ വിളിച്ചു പറയരുതേ ചേട്ടാ എന്നാണ് ആ മാന്യ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്. കൂടാതെ ടിനി ടോമേട്ടായി ആണോ ഇപ്പൊ ഈ ഡയറക്ടറെ രംഗത്തേക്ക് ഇറക്കിയത്? അല്ല, ഒരു സംശയം, ലക്ഷ്മിപ്രിയ ചേച്ചി, ശ്വേതാ മേനോൻ ഡൽഹിയിലാണോ ചേച്ചി? ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടോ അവിടെ? അല്ല, ഏതെങ്കിലുമൊക്കെ PR ഏജൻസികൾക്ക് കാശ് കൊടുത്തിട്ടുണ്ടോ? ശ്വേതാ മേനോൻ ചേച്ചി കൊടുത്തിട്ടുണ്ടോ? അൻസിബയെ സാമൂഹ്യ മാധ്യമങ്ങളിലിട്ടങ്ങ് വധിക്കാൻ വേണ്ടിയിട്ട്? അല്ല, സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എൻ്റെ സംശയങ്ങളൊക്കെ എങ്ങോട്ടാ ചെല്ലുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. ഞാനിതുപോലെ ചോദിച്ച പല സംശയങ്ങളും ചില ആളുകൾ ഇപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ വന്നങ്ങ് സമ്മതിക്കുന്നുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അപ്പുറേ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യണം, മടിക്കരുത്. കാരണം നിങ്ങൾ ആ ഹൈപ്പൊക്കെ തന്നിത്തിരി ബൂസ്റ്റ് വന്നാലേ നമ്മുടെ വീഡിയോ കുറച്ചെങ്കിലും റീച്ച് ആവത്തുള്ളൂ. കാരണം ഒരു സൈഡിൽ നിന്ന് നമ്മുടെ വീഡിയോ ഒക്കെ ഇല്ലാതാക്കാൻ ഒരുപാട് പേര് ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് സത്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റത്തുള്ളേ. കുറേ സത്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞു, തെളിവുകൾ ചോദിച്ചു ഒരാൾ ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിൽ. ഇന്ന് രാവിലെ ഇട്ട വീഡിയോ കണ്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ. തെളിവ് ഞാൻ അങ്ങ് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്തത് എന്താണോ ചോദിക്കാൻ വരുന്നത് ദൈവത്തിനറിയാം. ഇല്ലാതാക്കൂടെ നമ്മളെയൊക്കെ? അല്ല, പേടിക്കണം, വലിയ പിടിപാടുള്ള ടീമുകളാ, മനസ്സിലായോ? അപ്പൊ ഇച്ചിരി പേടിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ കൂടെ കാണുമെന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ കയറി വന്ന് നമ്മൾ ഇരിക്കുന്നിടത്ത് വന്ന് ഇടിക്കുമ്പോഴാ, കത്തിയെടുത്ത് കയറ്റുമ്പോഴാ നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വീഡിയോ മാക്സിമം അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് കയറ്റി വിടുക, ഷെയർ ഒക്കെ ചെയ്തോ പറ്റുമെങ്കിൽ. ആൾക്കാർ അറിയട്ടെ സത്യം. അതിന്റെ പേര് ഇപ്പൊ വന്നങ്ങ് വോട്ടെന്ന് വെക്കും ഞാൻ, മനസ്സിലായോ? അങ്ങ് വോട്ടെന്ന് വെക്കും. എത്ര കാലം ഒന്നും പറഞ്ഞ എന്തായാലും പോണ്ടതല്ലേ, വോട്ടേ, ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് തോൽപ്പിക്കാൻ മാറിപ്പോയി, തോൽപ്പിക്കാൻ പറ്റത്തില്ല. ആ റൂട്ടാ മനസ്സിലായല്ലോ. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഒരു സിനിമാ ഡയറക്ടർ, ഈ അൻസിബയും ടിനി ടോമും ഒക്കെ അവസാനം ഏതോ പടത്തിൽ അഭിനയിച്ച അതിന്റെ ഡയറക്ടറാണ്. അയാൾ വന്ന് രാവിലെ ഇരുന്ന് എന്തൊക്കെയോ വിവരക്കേട് പറയുന്നത് കേട്ടു. എൻ്റെ ഒരു സുഹൃത്താണ് അയച്ചു തന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ ഇതൊന്ന് കണ്ടേ, നീ അതിന്റെ തുടക്കത്തിലെ കുറച്ച് പോർഷൻസ് കണ്ടാൽ മതി, ഇയാൾ എന്താ ഈ പറയുന്നത്, അൻസിബ ഇങ്ങനെ വല്ല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നോട് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മിഥിലാജ്, അൻസിബയുടെ സുഹൃത്ത്, അൻസിബയുടെ ഒരു ജ്യേഷ്ഠ തുല്യൻ, അദ്ദേഹം ഒരു പോസ്റ്റൊക്കെ ഇട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു, കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എനിക്ക് നിങ്ങളോട് എല്ലാം പറയാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. മിടുക്കനായ സംവിധായകൻ, ഈ സിനിമയുടെ പ്രൊഡ്യൂസറും ഇദ്ദേഹം തന്നെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്ക്, എന്നിട്ട് ബാക്കി. പോലീസ് സിനിമയുടെ സെറ്റിൽ അന്ന് പെരുന്നാളിൻ്റെ നോമ്പ് സമയമാണ് നമ്മൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം, ടിനി ടോമും അൻസിബാസുമായിട്ട് ഒരു വിഷയം വന്നത് നമ്മുടെ പോലീസ് ഡേയുടെ സെറ്റിൽ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളുടെ മകനെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളൊരു ഇത് ടിനി ടോം അൻസിബാസിൻ്റെ അടുത്ത് പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ ഒരു വിവാദമായൊരു വിഷയം വന്നത്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഫേസ്ബുക്കിലൊരു പ്രതികരണം നടത്തിയായിരുന്നു. അതിൽ നമ്മൾ ഈ മതം കൊണ്ട് കളിക്കരുത് എന്നുള്ളൊരു ഇതിൽ ഞാൻ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ പെട്ടെന്ന് സമൂഹത്തിൽ ആളിപ്പടരുന്നൊരു വിഷയമാണ് ഈ മതം കൊണ്ടുള്ളൊരു ഇത്. അത് നമ്മുടെ സെറ്റിൽ യഥാർത്ഥത്തിൽ നടക്കാത്തൊരു സംഭവമാണ്. നോമ്പ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ കൊടപ്പനകുന്നൻ്റെ മകനെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് അൻസിബ പറയുന്നത് അതൊരിക്കലും നമ്മുടെ സെറ്റിൽ നടക്കാത്തൊരു സംഭവമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ വ്യക്തമായ കാരണം എന്ന് വെച്ചാൽ അൻസിബ ഹാസൻ നമ്മുടെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ പുറമായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. ഷൂട്ടിംഗ് കഴിയുന്നു,
നമ്മൾ തന്നെ വണ്ടിയിൽ അൻസിബാനെ റൂമിൽ കൊണ്ടാക്കുന്നു. അതിൽ ഒരു 15 ദിവസത്തെ ഷെഡ്യൂളിൽ എനിക്ക് തോന്നുന്നൊരു 10 ദിവസവും ഈ നോമ്പ് മുറിക്കുന്നത് ഈ റൂമിൽ വെച്ചായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നൊരു 5-5:30 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ ഷൂട്ടിംഗ് തീരും. പിന്നെ അൻസിബാനെ റൂമിലാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ 2-3 ദിവസമാണ് നമ്മളെ സെറ്റിൽ വെച്ച് ഈ നോമ്പ് മുറിക്കുന്നൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൽ അന്ന് വൈകിട്ട് തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ടീം അവർക്ക് നോമ്പ് മുറിക്കാന്നല്ല, അവർ മാത്രമല്ല 4-5 പേരുണ്ടായിരുന്നു. നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു 5-6 മുസ്ലിങ്ങളുള്ളത് കൊണ്ട് സെറ്റിൽ തന്നെ അതിൻ്റെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഗ്രൂപ്പായിട്ട് നോമ്പ് മുറിക്കുന്നു, പോകുന്നു. പിന്നീട് ഇത് എന്ത് സംഭവിച്ചു എന്ന് യഥാർത്ഥത്തിൽ എനിക്ക് അറിയാൻ വയ്യ. ഈ അൻസിബ ഹസൻ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കേണ്ട ഒരു കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ സെറ്റിൽ നടക്കാത്തൊരു സംഭവം. കാരണം വ്യക്തമായി ടിനി ടോം ഇതിനകത്ത് ഭാഗമാകണമെന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ ടിനി ടോം നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടാവണം. അതാണല്ലോ ഒരു മെയിൻ കണ്ടൻറ്റ്. കാരണം ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഈ ടിനി ടോം ഇല്ലാത്തൊരാളിൻ്റെ പേരിൽ ഇത് ആരോപണം ഉന്നയിക്കേണ്ട ഒരു കാരണമില്ലല്ലോ. കാരണം അവർക്ക് അതൊരു ഗൂഢാലോചന ഉണ്ടാക്കിയ സമയത്ത് ടിനി ടോം ഈ നോമ്പ് സമയത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെയാണ് ഒരു ആരോപണം ഉന്നയിച്ചത്. അതൊരു ചേട്ടാ, മിടുക്കനായ സംവിധായക, അൻസിബ എവിടെയെങ്കിലും പറഞ്ഞോ ആ സെറ്റിൽ വെച്ചിട്ടാണ് ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനൊരു കാര്യം, ഇങ്ങനൊരു അലിഗേഷൻ, അതായത് പ്രൊഡക്ഷൻ കൺട്രോളറിൻ്റെ മകനെ അൻസിബ ഇങ്ങനെ മതം മാറ്റാൻ ഉള്ള പരിപാടി ചെയ്യുന്നു എന്ന് ഉള്ള കാര്യം, അത് അൻസിബ ആ ഒരു സെറ്റിൽ വെച്ചാണ് നടന്നതെന്ന് എവിടെങ്കിലും പറഞ്ഞോ എൻ്റെ മിടുക്കനായ സംവിധായകൻ ചേട്ടാ? അല്ല, നിങ്ങൾ വലിയ കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ, ആ സമയത്തൊന്നും ടിനി ടോം ഇല്ല, അത് കഴിഞ്ഞിട്ടാണ് ടിനി ടോം വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചുണ്ട് ഇയാളുടെ കഥ, എല്ലാം കൂടെ ഒന്നും കേൾപ്പിക്കാൻ വയ്യ. ആ ടൈമിലൊന്നും ഈ നോമ്പ് സമയത്തൊന്നും ഇല്ല, ടിനി ടോം ഇല്ല, അത് കഴിഞ്ഞിട്ടാണ് ടിനി ടോം ജോയിൻ ചെയ്തത്. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷെ അൻസിബ, ഞാൻ എങ്ങും കേട്ടില്ല. ഞാൻ 1-2 പേരോട് തിരക്കി, അതായത് അൻസിബ എവിടെയെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരു വീഡിയോ ക്ലിപ്പിലോ എങ്ങും കണ്ടിട്ടില്ല അൻസിബ പറയുന്നത് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറിന്റെ മകനെ മതം മാറ്റാൻ നോക്കുന്നു അല്ലെങ്കിൽ നോക്കി എന്ന് ടിനി ടോം പറഞ്ഞു. അതാണ് ടിനി ടോമിനെതിരെ അൻസിബ പറയുന്ന അലിഗേഷൻ. അല്ലാതെ ഇന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഞാൻ കേട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ സൈഡിൽ നിന്നുള്ള തെറ്റാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനൊരു അലിഗേഷൻ. അൻസിബ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെയൊക്കെ മാറ്റാൻ ശ്രമിച്ചു എന്ന് ഇയാൾ പറഞ്ഞു എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ഇന്ന സ്ഥലത്ത് ഇന്ന ടൈമിൽ ഞാൻ കേട്ടിട്ടില്ല. ചേട്ടൻ പിന്നെ എന്ത് കണ്ടിട്ടാ ഈ വന്നിരുന്ന? ആര് പറഞ്ഞിട്ടാ ചേട്ടാ? ടിനി ടോമറ്റായി വിളിച്ചു പറഞ്ഞോ, എടാ കയറി ഇരുന്ന് അങ്ങോട്ട് താങ്ങടാ, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് തരാം ചാനലിൽ, നീ അങ്ങോട്ട് കയറി ഇരുന്ന് താങ്ങ, അവക്കിട്ട് കൊടുക്ക് എന്ന് പറഞ്ഞോ? അല്ല, അതുകൊണ്ടാണോ? പല ആളുകളും അങ്ങനെയാണ് പല കഥകളും ഇവിടെ വന്ന് പറയുന്നത്. അതെല്ലാം പൊളിച്ച് നമ്മൾ കൈ കൊടുക്കുന്നുമുണ്ട്. മനസ്സിലായില്ലേ? മാനസികമായിട്ട് ആ പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, ആ പെൺകുട്ടിയെ സഹായിക്കുന്ന സുഹൃത്തിനെ അല്ലെങ്കിൽ ജ്യേഷ്ഠതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ പിടിച്ചിറക്കി ഇട്ടിട്ട് അവിഹിതം രണ്ടാനച്ഛനുമായിട്ട് ആ ഒരു സാധനം. ഇനി എന്തുണ്ട്? ഒരു പെൺകുട്ടിയെ തകർക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട. അല്ല, ഇത് എനിക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ടാണ്. ഇപ്പം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കുറെ കഥകൾ കേൾക്കുമ്പോഴത്തേക്ക് ആ ശരിയാണ്, ചിലപ്പോൾ ഉണ്ടാവും എന്ന് ചിന്തിക്കാം. പക്ഷെ എന്നിട്ടും കുറെ ആളുകൾ പറയുന്നുണ്ടല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, ഞാൻ കണ്ടു കമന്റ്സ്, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അവളുടെ പേഴ്സണൽ ഇഷ്ടമല്ലേ, അതിനകത്ത് എന്തിനാ ഇവഴ് വന്ന് ചാടുന്നത് എന്നുള്ള തരത്തിൽ ആളുകൾ ചോദിക്കുന്നു. ഞാൻ കേട്ടു, ഞാനും അത് പറഞ്ഞു. അല്ല, ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടം. അവരായിട്ട് ആരും ഉപദ്രവിക്കാനൊന്നും വരുന്നില്ലല്ലോ. വന്നോ? ഇല്ല. ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താ? ലക്ഷ്മിപ്രിയോടാണെങ്കിലും ശ്വേതാ മേനോനാണെങ്കിലും ടിനി ടോമേട്ടായിയോടാണെങ്കിലും അതിനൊന്നും അവർക്ക് ഒരു മറുപടിയില്ല. അൻസിബ അങ്ങനെയാണ്, അൻസിബ ഇങ്ങനെയാണ്, അൻസിബ അവിടെ കണ്ടു, അൻസിബ ഇവിടെ കണ്ടു. അല്ല, അങ്ങനെ നിങ്ങൾ പറയുന്നതുകൊണ്ടാണ് നമ്മളും പല കാര്യങ്ങളും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. മനസ്സിലായോ? അവിടെ കണ്ടു, ഇവിടെ കണ്ടു, വിത്ത് പ്രൂഫ്. ഞാൻ അവിടെ പോയിട്ടേ ഇല്ല, ബാറിൽ പോയിട്ടേ ഇല്ല. എനിക്ക് ബാറിന്റെ സ്പെല്ലിംഗ് എന്താ എനിക്കറിയില്ലല്ലോ. അങ്ങനെയൊക്കെ പറയുന്നവർ ബാറിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തത് അതുകൊണ്ടാ. പിടി കിട്ടിയോ? അല്ല, അതുപോലെ തെളിവ് കൊണ്ട് നിങ്ങൾ ഇറങ്ങി, അപ്പം നമ്മൾ വിശ്വസിക്കാം. നിങ്ങൾ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി സത്യം ഉണ്ടെന്ന് വിശ്വസിക്കാം. അതുവരെ എൻ്റെ പൊന്നാര ലക്ഷ്മിപ്രിയ ചേച്ചി, നിങ്ങളൊന്നും വിശ്വസിക്കാനേ പറ്റില്ല. ഞാൻ പറയുന്നതല്ല. ഇന്നലെ രാത്രിയിലാണ് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ അങ്ങനെ സ്ഥിരം ഒരു വ്യൂവർ അല്ലായിരുന്നു ആ സമയത്ത്, കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ, പക്ഷെ സ്ഥിരം വ്യൂവർ അല്ല. ഇവരുടെ കുറേ പരിപാടികൾ, ഇവരുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന വിടുക, അതൊക്കെ പോട്ടെ.
പക്ഷെ ഒരാളുടെ ക്യാരക്ടർ പ്രോപ്പറായിട്ട് അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ എക്സ്പോസ് ആവും. ലക്ഷ്മിപ്രിയയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു, അവിടെ ഇരുന്നിട്ട് തുപ്പുന്നതൊക്കെ, അയ്യോ, നല്ല സ്വഭാവ ഗുണമുള്ള ഒരാളാണ് നിങ്ങളെന്ന് എല്ലാവർക്കും നേരത്തെ മനസ്സിലായി. അതുകൊണ്ടാണ് വലിയ സപ്പോർട്ട് കിട്ടാത്തത്. ഇപ്പോൾ ഒന്ന് നിങ്ങൾ ഈ കഥകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന കഥയ്ക്കൊന്നും ഒരു തരത്തിലുള്ള ഒരു വിശ്വസനീയതയെ നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ആളുകളെല്ലാം നിങ്ങൾക്കെതിരെ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ മാത്രമല്ല, വീഡിയോ ചെയ്യുന്നവരെ വിടൂ. എനിക്ക് തോന്നുന്നു അധികം ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ടോ ഈ വിഷയത്തിൽ, എനിക്കറിയില്ല. വീഡിയോ ചെയ്യാൻ ഇനി അങ്ങോട്ട് ചെയ്യുന്നതും കുറവായിരിക്കും. കാരണം വലിയ 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 ആളുകളുടെ പേരുകളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. അദാനി ഗ്രൂപ്പ്, അങ്ങനെ ഇങ്ങനെ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ രാവിലത്തെ വീഡിയോയിൽ 15 ലക്ഷത്തിന്റെ കണക്കൊക്കെയാണ് ലക്ഷ്മിപ്രിയ ചേച്ചി പറഞ്ഞത്. ഞാനത് കോടിയാണെന്നൊക്കെയാണ് കേട്ടത്. അത്രയും വരാനുള്ള കാരണം ശ്വേതാ മേനോൻ ഈ രാജി വെച്ചിട്ട് ഇറങ്ങി ഓടിയില്ലേ, ആ ഒരു കലിപ്പിന്റെ പുറത്ത് ഇറങ്ങി ഓടിയതാ. അതിനുശേഷം പല അംഗങ്ങളെയും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു എമൗണ്ട് വരുന്നുണ്ട്, നിങ്ങൾ പല ആളുകൾക്കും ബെനിഫിറ്റ് ഉണ്ടാവും, നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് പലതും കിട്ടും എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്ന് വരെ കരക്കമ്പിയൊക്കെ ഞാൻ കേട്ടടേ. വല്ല ഉള്ളതാണോ? അല്ല, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. സത്യമാണോന്ന് അറിയത്തില്ല, തെളിവൊന്നുമില്ല കാണിക്കാൻ. ഉള്ള തെളിവ് നമ്മൾ രാവിലെ കാണുത്തറേ വേറെ വീഡിയോയിൽ. ഇനിയിപ്പോൾ മിഥിലാജ്, എനിക്ക് ആ പേര് എപ്പോഴും തെറ്റിപ്പോകും കേട്ടോ. പണ്ട് തൊട്ട് വർഷങ്ങളായിട്ട് പുള്ളി അറിയാമെങ്കിലും ഞാൻ എപ്പോഴും ആ പേര് പറഞ്ഞ് എനിക്ക് തെറ്റിപ്പോകും. ഞാൻ മിഥിലേട്ടൻ എന്നാണ് കൂടുതൽ വിളിക്കാറുള്ളത്, മിഥിലാജ്. അപ്പോൾ ആ വ്യക്തി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ന് രാവിലെ ഇട്ടതാണ്. ഇട്ടപ്പോൾ തന്നെ എനിക്ക് കിട്ടി. വേറെ കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് അത് അയച്ചു തന്നു. അപ്പം കോമൺ ആയിട്ട് അറിയാവുന്ന ആളുകളും അങ്ങനെയുള്ളവരൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ പുള്ളി അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റർ പുള്ളിയുടെ അടുത്ത് സംസാരിക്കാൻ കാരണം. ആദ്യമേ പുള്ളി എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് വായിച്ചു തരാം. എന്നിട്ട് ഇതിൽ പറയുന്ന കുറച്ച് ആളുകളെ പറ്റി ഞാനൊന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ അതും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഇങ്ങനെയാണ് തുടക്കം. അൻസിബ, സത്യം മറച്ചു വെച്ച് നീ ആരെയാണ് സംരക്ഷിക്കുന്നത്? ലക്ഷ്മിപ്രിയ വിഷയത്തിലെ നിന്റെ മൗനം ആപത്താണ്. പ്രിയ അൻസിബ, നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെയെല്ലാം ഉത്തരം നിന്റെ മൗനത്തിലുണ്ട്. ഇത്രയേറെ അനുഭവിച്ചിട്ടും ആരെ സംരക്ഷിക്കാനാണ് നീ ഇനിയും സത്യങ്ങൾ മറച്ചു വെക്കുന്നത്? മിഥിലേട്ടൻ അൻസിബയോട് ചോദിക്കുന്ന പോലെയാണ് ആ റൈറ്റിങ്സ്. ലക്ഷ്മിപ്രിയയുമായുള്ള വിഷയത്തിൽ നിന്റെ നിലപാടുകൾ പലപ്പോഴും അവ്യക്തമാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നീ ഇനിയെങ്കിലും തയ്യാറാവണം. റാസൽ ഖൈമയിലെ കാന്താരി റെസ്റ്റോറൻറ്റിൽ 2025 നവംബർ 2 നടന്ന പരിപാടിയിലേക്ക് ലക്ഷ്മിപ്രിയയുടെ കൂടെ വരാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവല്ലോ. കാന്താരീസ് റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റ് ഇന്നില്ല റാസൽ ഖൈമയിൽ. അതാണ് പേര് ചേഞ്ച് ചെയ്ത് ചെമ്പരത്തി ആയത് എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടു. അതിൻ്റെ ബാക്ക് സ്റ്റോറി എനിക്ക് അറിയില്ല, ഞാനത് കൂടുതൽ തിരക്കാൻ പോയില്ല. എന്താണെങ്കിലും അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, റെസ്റ്റോ ബാറും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ലക്ഷ്മിപ്രിയൊക്കെ പോയത്. തെളിവ് ഞാൻ കാണിക്കുകയും ചെയ്തു നേരത്തെ വീഡിയോയിൽ. ബാക്കി കേൾക്കാം. ആ ക്ഷണം നീ എന്തുകൊണ്ട് നിരസിച്ചു എന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? അൻസിബ ഇതൊക്കെ പറയാൻ തുടങ്ങിയ ചില ആളുകൾ നാറും. സിനിമാ മേഖലയിലെ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന വിവരം നീ അറിഞ്ഞതു മുതലാണോ നിന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്? ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ നീ എന്തുകൊണ്ട് മടിക്കുന്നു? ദുബായിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നു എന്ന വളരെ ലളിതമായ ചോദ്യം ചോദിച്ചതിനാണ് ലക്ഷ്മിപ്രിയ നിനക്കെതിരെ കേസ് നൽകിയത്. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? അൻസിബ ഇതുവരെ ആയിട്ടും തയ്യാറായിട്ടില്ല. ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ കൊടുത്തിരുന്ന പരാതിയിലുള്ള ഉള്ളടക്കം അത് വ്യക്തമാക്കി ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ചേച്ചി അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഒരുപാട് വ്യക്തമാക്കാൻ പറ്റുന്നില്ല, കാരണം ആരാണത് എഴുതിയെന്ന് എനിക്കറിയത്തില്ല, അത്ര വൃത്തിക്കല്ല. അതുകൊണ്ട് തന്നെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടാ വീഡിയോ കാണുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? കമന്റ് ഇടണ്ട, കമന്റ് ഇടുന്നത് നിർത്തിയല്ലോ അല്ലേ ചേട്ടാ? ഞാനത് താൻ ഒരു പ്രാവശ്യം എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ടപ്പോഴേ തന്നോട് ചോദിച്ചൊരു കാര്യമാണ്. താൻ അതിനൊരു മറുപടിയും തരാതെ ഓടിക്കളഞ്ഞു. സ്വന്തം ഭാര്യ തന്നെ പരാതിയിൽ പറയുന്നുണ്ട് ചേട്ടാ ചേട്ടൻ ഉപദ്രവിച്ചതിൻ്റെ കണക്കൊക്കെ, മനസ്സിലായോ? എന്നിട്ടും എന്താ ചേട്ടാ ചേട്ടനെ പോലീസുകാർ പിടിക്കാതെ? ചേട്ടന് ബാക്കിയുള്ളവരെ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ കൊടുക്കാനാണല്ലോ താല്പര്യം. തന്നെ എന്താ പോലീസ് പിടിക്കാത്തത്? അല്ല, അതിലേക്കൊക്കെ വരാം, നിൽക്കട്ടെ. അപ്പം ഇങ്ങനെയാണ്. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? അന്ന് റാസൽ ഖൈമയിൽ നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന ഭീഷണിയിലാണോ ലക്ഷ്മിപ്രിയ ഇത്തരം ഒരു കേസിന് മുതിർന്നത്? തന്റെ രഹസ്യങ്ങൾ നിന്റെ കൈവശമില്ലെന്ന് ഉറപ്പുവരുത്താനാണോ അവർ നിയമത്തെ കൂട്ടുപിടിച്ചത്? കൂടാതെ ലക്ഷ്മിപ്രിയയുടെ സുഹൃത്തായ ആശ
തൃപ്പൂണിത്തറ നിനക്ക് നൽകിയ വിവരങ്ങളും ശ്രദ്ധേയമാണ്. ഈ ആശയെ പറ്റി ഞാൻ അന്വേഷിച്ചു. ആശ അത്ര വെടിപ്പായിട്ടുള്ള ഒരാളല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഈ മിഥിലേട്ടൻ എഴുതിയിട്ടിരിക്കുന്ന ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ തന്നെ ഒരു വ്യക്തി വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, ആ വ്യക്തിയുടെ പൈസയോ എന്തൊക്കെയോ അടിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോയ ഒരു സ്ത്രീയാണെന്ന്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവർ അത്ര വെടിപ്പല്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അൻസിബ ഇവരുമായിട്ട് കമ്പനി വെച്ചിട്ടില്ല. ഇവർ കോണ്ടാക്ട് ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അധികം അൻസിബ അങ്ങോട്ട് കോണ്ടാക്റ്റിന് പോയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ബാക്കി മകളുടെ പേരിൽ നടക്കുന്ന സൊസൈറ്റിയുടെ മറവിൽ നടക്കുന്ന മണി ലോണ്ടറിങ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അറിഞ്ഞ നിമിഷം മുതലാണോ നിങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചത്? ഈ സാമ്പത്തിക തിരിമറികൾ എന്തുകൊണ്ട് നീ ഇതുവരെ പുറത്തറിയിച്ചില്ല? ആ പറയുന്നത് കറക്റ്റാണ്. മണി ലോണ്ടറിങ്, മോളുടെ പേരുള്ള ഒരു സ്ഥാപനത്തിന്റെ പുറകിൽ ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. സത്യമാണോ എന്നറിയില്ല, കേൾക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ ഈ ആശ പറഞ്ഞതിൽ ഇത്തിരി ശരിയായിട്ടുള്ളൊരു കാര്യം. പിന്നെ ആശയെ പറ്റി അറിഞ്ഞപ്പോഴത്തേക്ക് തിരക്കിയപ്പോഴത്തേക്ക് അവരും അത്ര ഡീസൻ്റ് അല്ല എന്ന് മനസ്സിലാക്കിയ അൻസിബ അവരെയും ഒഴിവാക്കി. ഓക്കെ, ബാക്കി അൻസിബ ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. ടിനി ടോമിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ നിന്റെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു, നിന്റെയും നിന്റെ അഭിഭാഷകന്റെയും അനുവാദത്തിനായി ഇനിയും കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ആ പരാതിയുടെ പകർപ്പ് ഞാൻ പുറത്തുവിടുകയാണ് എന്ന് പറഞ്ഞിട്ട് മിഥിലേട്ടൻ ലക്ഷ്മിപ്രിയ കൊടുത്ത പരാതിയുടെ ഒരു കോപ്പി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിൽ. നമുക്ക് കുറച്ച് പാടാണത് വായിക്കാൻ. എന്തായാലും മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് ഞാൻ വ്യക്തമാക്കി തരാം. കുറച്ച് പാടുണ്ടേ വായിക്കാൻ, ഇടയ്ക്ക് നാക്കൊക്കെ ഉളുക്കും, തെറി പറയരുത്. ഓക്കെ. ടു SHO, ബഹുമാനപ്പെട്ട സാർ, എൻ്റെ കുടുംബം ജീവിതത്തിൽ ഞാൻ എൻ്റെ ഭർത്താവ് മൂലം അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നേ ദിവസം ഒരു പരാതി തന്നിരുന്നുവല്ലോ. ലക്ഷ്മിപ്രിയ ചേച്ചിയാണ് കൊടുത്തിരിക്കുന്നത് ഭർത്താവ് മൂലം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ഭർത്താവേട്ടാ ഇവിടെ ഉണ്ടോ? അല്ല, ലക്ഷ്മിപ്രിയ ചേച്ചി കൊടുത്ത പരാതിയിൽ ഇതാണ് മെയിനായിട്ട് എഴുതിയിരിക്കുന്നത്. അൻസിബയുടെ കാര്യമൊക്കെ വരുന്നേ ഉള്ളൂ. തുടക്കത്തിലെ ചേട്ടനെ നെഞ്ചത്തോട്ടാ പടക്കം വെച്ച് പൊട്ടിച്ചേക്കുന്നത്. ചേച്ചിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ കാണത്തില്ലായിരിക്കും അല്ലയോ? ഇതൊക്കെ ആയിരിക്കും അല്ലയോ? അല്ല, അത് പോട്ടെ, ചേട്ടനൊന്നും പറയാനില്ലായോ? ചേട്ടനോട് ഇത് കമന്റ് ബോക്സിൽ വന്ന് കഥ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഈ ചോദ്യം ചോദിച്ചതാണല്ലോ. ഈ സാധനത്തിനെ പറ്റി ഒന്നും മിണ്ടിയില്ലായിരുന്നല്ലോ അന്ന്. ബാക്കി ഞാൻ ഇന്നേ ദിവസം ഒരു പരിപാടി ആ പ്രശ്നങ്ങളുടെ മൂല കാരണം ഇക്കഴിഞ്ഞ ഡിസംബർ മാസം അൻസിബ ഹസൻ എന്ന എൻ്റെ സുഹൃത്ത്, അൻസിബയുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, എന്ന സുഹൃത്തിൻ്റെ എൻ്റെ ഫോണിലേക്ക് അയച്ച ഒരു മെസ്സേജിൽ നിന്നും അന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ദുബായിൽ വെച്ച് ഞാൻ ഏതോ മോശം സാഹചര്യത്തിൽ, അങ്ങനെയൊക്കെയാണോ പറഞ്ഞേക്കുന്നത്? മോശം സാഹചര്യത്തിൽ നിന്നൊക്കെ പറയുന്നുണ്ട് അൻസിബ. മോശമായി ഒരാളോട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് എന്ന് ആ കുട്ടി ഏതോ ഒരു RJ സുഹൃത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ഫോട്ടോ ഇല്ല എന്ന് എനിക്ക് 1000% ഉറപ്പാണ്. അത് പോട്ടെ, എനിക്കത് വായിക്കാൻ പറ്റുന്നില്ലടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? തീരെ വായിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ. അത്തരത്തിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എനിക്ക് അയച്ചു തരാൻ പല പ്രാവശ്യം ഞാൻ, ബാക്കി കാണാൻ പറ്റുന്നില്ല, അപ്പുറത്തെ സൈഡിൽ നോക്കട്ടെ. എന്നാൽ ഈ മെസ്സേജ് എൻ്റെ ഭർത്താവ് കാണുകയും അന്ന് മുതൽ എന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. മാനസികമായും ശാരീരികമായും ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ ഭർത്താവ് ചേച്ചിയെ ഉപദ്രവിക്കുന്നു. തുടങ്ങിയപ്പോഴും ചേച്ചി എഴുതിയിരിക്കുന്നതാണ് ഭർത്താവ് ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലാണ് തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത്. നടുക്ക് മാത്രം അൻസിബയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അൻസിബ ഇങ്ങനെ എന്തോ ഒരു മെസ്സേജ് അയച്ചു, അതിൻ്റെ പേരിലാണ് ഈ ചേട്ടൻ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നത്, തല്ലുന്നത്. അല്ലാതെ മാനസികവും മറ്റേ ശാരീരികമായിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഉപദ്രവിക്കുക, തല്ലുക എന്നൊക്കെ ആണല്ലോ. അപ്പം അതൊക്കെയാണ് ഈ ചേച്ചി പരാതിയിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അൻസിബ അയച്ച മെസ്സേജിനെ പറ്റി മാത്രം ഇപ്പൊ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ ആ ഒരു മനസ്സിലാവുന്നില്ല. അതെന്താ അതങ്ങനെ? ഈ പരാതിയിൽ ഏറ്റവും കൂടുതൽ സ്വന്തം ഭർത്താവിനെ പറ്റിയിട്ടൊക്കെയാണല്ലോ പറയുന്നത്. മോശമായിട്ടുള്ള ഏതൊരു ഫോട്ടോ ഉണ്ടെന്നോ? അൻസിബ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പ് അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. RJ സുഹൃത്ത് ചേച്ചി, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തോ ആരുടെയെങ്കിലും കൂടെ എന്നല്ലേ അൻസിബ മെസ്സേജിൽ ചോദിച്ചത്. അത് അൻസിബയും പറഞ്ഞതാണ്, നിങ്ങളും നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ വന്നിട്ട് മോശമായ ചിത്രം എന്നുള്ള രീതിയിലൊക്കെ ആക്കി. പോട്ടെ, ആ പരാതിയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, വോട്ടവർ ആയിക്കോട്ടെ.
പക്ഷേ ഈ പരാതിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഭർത്താവിനെതിരെ നിങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പം എന്തുകൊണ്ടാണ് ഭർത്താവിനെതിരെ ഒന്നും മിണ്ടാത്തത്? അല്ല, ഈ പരാതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ കേസെടുത്തിട്ട് നിങ്ങളുടെ ഭർത്താവിനെ പിടിച്ച് അകത്ത് തട്ടണ്ടേ അല്ലേ? എന്തുകൊണ്ട് തട്ടുന്നില്ല? നിങ്ങളുടെ പരാതിയാണ്, എൻ്റെ പരാതി അല്ല, അൻസിബയുടെ പരാതി അല്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ അൻസിബയുടെ തലയിട്ടാക്കാൻ ആരാണ് ചേച്ചി ഫോഴ്സ് ചെയ്തത്? ആരാ പോസ്റ്റ് ചെയ്തത്? മറ്റേ അവിടുന്ന് വരുന്ന പൈസ അതിൻ്റെയൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളച്ചിട്ടാണോ ഇതെല്ലാം ആ കൊച്ചിൻ്റെ നെഞ്ചത്ത് മാത്രം വെച്ചിട്ട് നിങ്ങളങ്ങ് ബാക്കി എല്ലാവരെയും സേഫാക്കി നിൽക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏതാണ്ട് കാര്യമൊക്കെ മനസ്സിലായല്ലോ. എനിക്കറിയാം അത്യാവശ്യം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ ഉടായ്പ വരും ഉറപ്പായിട്ടും. സൈബർ ഇടം വഴി നല്ല രീതിയിൽ ലക്ഷ്മിപ്രിയ ആണെങ്കിലും ശരി, ശ്വേതാമേനോനെ ആണെങ്കിലും ശരി, ടിനി ടോമിനെ ആണെങ്കിലും ശരി, നിങ്ങൾ അറിഞ്ഞല്ലോ ടിനി ടോമിനെതിരെയുള്ള കേസൊക്കെ നിലനിൽക്കത്തില്ലെന്ന്. അതൊന്നും കഴമ്പില്ല അതിന്, അതൊക്കെ തള്ളി അങ്ങോട്ട് പോകും എന്നാണ് പോലീസുകാർ പറയുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. മേളിൽ ഇതൊക്കെ നല്ല പിടിപാട് കാണും. കോടതി വഴിയെ ഇനി എന്തെങ്കിലും ടിനി ടോമിൻ്റെ കേസിൽ ഒരു തീർപ്പ് ഉണ്ടാവുകയുള്ളൂ. ടിനി ടോം ഒക്കെ സുഖമായിട്ട് രക്ഷപ്പെടുള്ളൂ. ആ പെൺകുട്ടി എന്തായാലും കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടല്ലോ. എനിക്ക് അതാണ് ഒരു സമാധാനം. ജസ്റ്റിസ് ഫോർ അൻസിബ. എനിക്കറിയില്ല ശരിക്കും ഇവിടുത്തെ നീതി ന്യായ വ്യവസ്ഥ പെൺകുട്ടിക്ക് നീതി കൊടുക്കുവോ ജസ്റ്റിസ് കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ കേസ് നടപടിയില്ല, നടപടി ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. കോടതിയിൽ പോകുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. മനസ്സിലായില്ലേ? ലക്ഷ്മിപ്രിയയുടെ കാര്യത്തിൽ കുറച്ച് ദിവസം കൂടി ഇതിങ്ങനെ സംസാരിക്കും. ആ പെൺകുട്ടിയെ മറ്റുള്ളവരെയും വെച്ച് പറയുന്ന അപവാദങ്ങൾ, അപരാധങ്ങൾ ഇങ്ങനെ വെച്ച് താങ്ങിക്കൊണ്ടിരിക്കും ഇനിയുള്ള ദിവസങ്ങളും. ഇന്നലെ മുട്ടൻ കരച്ചിലായിരുന്നു ആ പെൺകുട്ടി വീട്ടിൽ എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഏത് പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റും? ഒരു പരിധി കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഇട്ട് അതിനുള്ളൊരു എന്താണ് അവൾ അതൊക്കെ അനുഭവിക്കേണ്ട ഒരാളാണെങ്കിൽ ഓക്കെ മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ അനുഭവിക്കേണ്ട ഒരാളാണ് അൻസിബ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് and stay weird.